ഗൈസ് ഇന്നലെ രാത്രി അങ്ങനെ ഹിറ്റ് എന്ന് പറഞ്ഞ ആ ഒരു സീരീസിന്റെ തേർഡ് പാർട്ട് കണ്ടിരിക്കുകയാണ്. ഹിറ്റ് ദ തേർഡ് കേസ്. ഹിറ്റ് എന്ന് പറയുമ്പോൾ അവരുടെ എന്തിൻ്റെ ഹോമിസൈഡ് ഇന്റർവെൻഷൻ ടീം ഒരു സ്പെഷ്യൽ ഫോഴ്സാണ്. SP-യും ADGP ASP അങ്ങനെ കുറേ പേരൊക്കെ ഉള്ള ഒരു ടീമാണ്. അവരിങ്ങനെ കുറേ കേസ് തെളിയിക്കും. ഹിറ്റിന്റെ ഫസ്റ്റ് 2 പാർട്ട് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. അത് രണ്ടും പക്ക ഒരു ക്രൈം ത്രില്ലർ ജോണ്ടറാണ്. അപ്പോൾ ഈ ഒരു സിനിമ ഞാനീൻ്റെ പടം മാത്രമേ കേട്ടുള്ളൂ. ഞാൻ പിന്നെ ഹിറ്റിൻ്റെ ഈ ഒരു തേർഡ് പാർട്ട് എന്ന് പറഞ്ഞ് ആദ്യത്തെ 2 പാർട്ട് ഞാനിരുന്ന് കണ്ടു. എന്നിട്ട് ഈ 3ാമത്തെ പടം ക്രൈം ത്രില്ലർ ആയിരിക്കും എന്ന് വിചാരിച്ചാണ് ഞാൻ പോയത്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. ഇത് പ്യുവർ ഒരു ആക്ഷൻ എന്റർടൈനർ പടമാണ്. ഇപ്പോൾ നാനീൻ്റെ ഒരു പോലീസ് പടം എന്ന് പറയാനേ ഉള്ളൂ. ലൈക്ക് ഇത് വേണമെങ്കിൽ ഒരു സ്റ്റാൻഡ് ലോൺ പടമായിട്ട് ഇറക്കാമായിരുന്നു എന്ന് എനിക്ക് പലയിടത്തും തോന്നി. പക്ഷേ എന്നാൽ കാര്യങ്ങൾ പറയാനുണ്ട്. ഒരു നല്ല രീതിയിൽ ചെയ്തിരിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് പറയാനുണ്ട്. തുടക്കം തന്നെ ഡയറക്ടർ ആൻഡ് റൈറ്റർ ശൈലേഷ് കൊലാനു. ശൈലേഷാണോ അറിഞ്ഞൂടാ. മച്ചാൻ്റെ ആണ് ഡയറക്ഷൻ. മറ്റേ 3 പടവും പുള്ളി തന്നെയാണ് എടുത്തത്. ആദ്യത്തെ പടത്തിൽ കഥയൊക്കെ ഗജഗംഭീരമായിരുന്നു. ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ ആ ഒരു തീമാണെങ്കിലും അവരുടെ ആ ഒരു പാച്ചിലാണെങ്കിലും എല്ലാം നമുക്കിങ്ങനെ എന്താ പറയുക 100% കൺവിൻസിങ് ആയിട്ടായിരുന്നു അവർ ചെയ്തു വെച്ചിരുന്നത്. സെക്കൻഡ് പാർട്ടിലേക്ക് എത്തിയപ്പോഴും വേറെ കുറേ കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ സെക്കൻഡ് പാർട്ടിൽ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് എനിക്ക് ചെറുതായിട്ട് ബോറടിച്ച്. എന്നാലും കുഴപ്പമില്ലാത്ത പടമായിരുന്നു സെക്കൻഡ് പാർട്ട്. പ്രൊഡ്യൂസ്ഡ് ബൈ പ്രശാന്തി തിവർനേനി, മ്യൂസിക് ബൈ മിക്കി ജെ മിയർ, സിനിമാറ്റോഗ്രാഫി സനു വർഗീസ്. മ്യൂസിക് കൊള്ളാം, ഒരു ഗുമ്മുള്ള സാധനം തന്നെയാണ്, അത്ര മോശം പറയാനൊന്നുമില്ല. സിനിമാറ്റോഗ്രാഫി വാസ് നൈസ്. ഒന്നാമത് ഇതൊരു സംഭവമുണ്ട്, മറ്റേ ഒരു കാട്ടിൻ്റെ അകത്ത് ഈ നാനി വന്നിരുന്ന ഒരു പരിപാടി എന്തെന്ന് ഞാൻ പറയാനുള്ള. ട്രെയിലറിൽ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും, ഞാൻ ട്രെയിലർ കാണാത്ത ഒരാളായതുകൊണ്ട് ഞാൻ അത് എക്സ്പോസ് ചെയ്യുന്നില്ല. പുള്ളി കാട്ടിൽ പോയിട്ട് ഒരു പരിപാടി ഉണ്ട് പുള്ളിക്ക്. അപ്പോൾ ഒരു ഷോട്ട് കാണിച്ചു, ഒരു കാട്, ഒരു അരുവി. ഈ അരുവിന്ന് ഇങ്ങനെ ഷോട്ട് ഇങ്ങനെ എന്തോ ഏരിയയിലാണെന്ന് തോന്നുന്നു, മറ്റേ ഡ്രോൺ വെച്ചെടുത്തായിരിക്കും ചിലപ്പോൾ. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ ഒരു കറക്കം കറങ്ങി നേരെ നാനിയെ ഫോക്കസ് ചെയ്ത് പോകുന്ന ഒരു സംഭവമുണ്ട്. അത് എങ്ങനെ എടുത്തെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഏത് ക്യാമറ എന്നൊന്നും അറിഞ്ഞൂടാ. പക്ഷെ കിടിലൻ ഷോട്ടായിരുന്നു. അത് കണ്ടോണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു. ഇങ്ങനെ നമ്മുടെ ലിയോയിലും പിന്നെ തല്ലുമാലയിലൊക്കെ ഈ അടി സീക്വൻസ് ഒക്കെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ വളച്ചെടുക്കൂലേ, ആ ഒരു സംഭവം പോലത്തെ ഒരു ഷോട്ട് കിടിലൻ സാധനമായിരുന്നു. മ്യൂസിക് ആയാലും നമുക്ക് കേട്ടോണ്ടിരിക്കാൻ ഒക്കെ പറ്റും. ഓവറോൾ പറയുമ്പോൾ ഒരു നാനിന്റെ ഒരു ഷോ തന്നെയാണ് സിനിമ. ശ്രീനിധി ഷെട്ടി ഉണ്ട്, സമുദ്രകന്യ ഉണ്ട്, പിന്നെ ഹിറ്റ് തുടക്കം ഫസ്റ്റ് പാർട്ട് തൊട്ടുള്ള ഒരു 1-2 പേരൊക്കെ ഉണ്ട്. ഒരു സീനിയർ പോലീസ് ഓഫീസർ, പിന്നെ കൂടെ ഉള്ള ഒരു കൊളീഗ് പുള്ളീൻ്റെ, അവരൊക്കെ തുടക്കത്തിനുള്ളതാണ്. ഇത് ഹിറ്റ് സിനിമ കാണണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും വേണ്ടത് ഞാൻ പറയുള്ളൂ. കാരണം സ്റ്റോറി വൈസ് അങ്ങനെ കണ്ടിന്യൂറ്റി ഒന്നും ഇല്ല. 3ലും 3 തരം കേസുകളാണ്, 3 തരം ഓഫീസേഴ്സാണ്. പക്ഷെ ഓഫീസേഴ്സ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്നും പോയൊക്കെ ഇരിക്കും ഈ ഹിറ്റ് സീരീസിൻ്റെ അകത്ത്. അപ്പോൾ അവരെ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഷുവറായിട്ടും തുടക്കം തൊട്ട് എല്ലാ പടങ്ങളും കാണണം. അല്ലാത്ത പക്ഷം ചുമ്മാ ഇത് കാണുകയാണെങ്കിൽ ഇന്ന് ഞാൻ പറയും ഒരു സ്റ്റാൻഡ് ലോൺ മൂവി ആയിട്ട് ഇറക്കിയാൽ മതിയായിരുന്നു എന്ന് എനിക്ക് പലയിടങ്ങളിൽ തോന്നി. കാരണം ഫസ്റ്റ് ഹാഫൊക്കെ ഞാൻ മറ്റേ ക്രൈം ത്രില്ലറിലൂടെ വിചാരിച്ചിരിക്കണത്. ഹിറ്റ് എന്ന് പറയുമ്പോൾ ആ ഒരു സംഭവമാണെന്നാണല്ലോ ഞാൻ വിചാരിച്ചിരിക്കണം. നോക്കിയപ്പോൾ പക്ക ഒരു എന്താ പറയുക തമിഴ് മറ്റേ വിജയിന്റെ ചില പോലീസ് പടങ്ങളൊക്കെ ഇല്ലാടെ. ഏതെന്ന് ഞാൻ പറയാനുള്ള വിജയിന്റെ കുറച്ച് പോലീസ് പടങ്ങളും അങ്ങനെ ആ ഒരു സംഭവം ഒരു ഗത്ത് സാധനം എന്ന് വെച്ചാൽ. ഞാൻ വേറെ കാര്യം പറഞ്ഞാൽ നാ പേരു സൂര്യ നായില്ലു ഇന്ത്യ എന്ന് പറഞ്ഞാൽ മറ്റേ അല്ലു അർജുന്റെ പടമില്ലാണ്, അതൊക്കെ പോലത്തെ ഒരു സാധനമായിരുന്നു ഫസ്റ്റ് ഹാഫ് ഫുള്ള്. കുറേയൊക്കെ ക്രിഞ്ചടിച്ച്. ശ്രീനിധി ഷെട്ടി തുടക്കത്തിലൊക്കെ കൊള്ളാം, പിന്നീട് എന്തൊരായടായി. ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ എനിക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തോന്നിപ്പോയി. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോഴത്തേക്കും ഓക്കെ. പക്ഷെ സെക്കൻഡ് ഹാഫ് ഒരു കിട്ടിലൻ ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. അത് കൊറിയോഗ്രാഫി ചെയ്താണെങ്കിലും പുള്ളീൻ്റെ ആ ഒരു സ്ക്രീൻ പ്രസൻസ് ആണെങ്കിലും ഭയങ്കര ബ്ലഡ് ഷെഡ് ഇതൊക്കെ ആയിട്ടുള്ള ഭയങ്കര ഒരു എയർ റേറ്റഡ് സാധനമാണ് പടം. അപ്പം ബ്ലഡ് ഷെഡും സാധനങ്ങളൊക്കെ ആയിട്ട് കിട്ടിലനായിട്ടുണ്ടായിരുന്നു. അതൊന്നും പറയാനില്ല. എനിക്ക് അത് മതി. കാരണം എന്താ വെച്ചാൽ ഈ മറ്റേ കേസ് കളിക്കണതോ പ്ലോട്ടോ ടിസ്റ്റോ ഇതൊന്നുമല്ല. ഇന്നൊരു സെക്കൻഡ് പാർട്ട് ആകുമ്പോഴത്തേക്ക് ഒരു പോയിന്റിലെത്തും, പിന്നെ അങ്ങോട്ടേക്ക് അവിടെ നിന്ന് തന്നെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. വേറെ ട്വിസ്റ്റും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ആ ഫൈറ്റ് സീക്വൻസ് എൻ്റെ മോനെ അത് ഞാൻ വല്ല OTT ഒക്കെ വരുമ്പോൾ ഇനി വരിക കൂടി ഇരുന്ന് കാണും. അത് നല്ല രസമായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ഒരു കോറിഡോറിൽ കിടന്നുള്ള അടിയും ആ പുള്ളി ആ ഒരു കോട്ടൊക്കെ ഇട്ടിട്ട് വെള്ളയൊക്കെ ഇട്ടിട്ട് മറ്റേ
എല്ലാത്തിനും വെട്ടി പിരുത്തുള്ള അതിൻ്റെ ചോരയൊക്കെ എടുത്ത് ഇങ്ങനെ തേക്കുന്ന ഒരു സാധനമുണ്ട്. നല്ല രസമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഒരു സംശയം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവർക്ക് സ്റ്റാൻഡ് ലോൺ പടമായിട്ട് പുള്ളീൻ്റെ ഒരു പോലീസ് പടം എന്ന് പറഞ്ഞ് വേറെ പേരിട്ട് ഇറക്കാമായിരുന്നു. പക്ഷേ ഇവർ ഈ ഫ്രാഞ്ചൈസി ഇവിടെ ഒന്നും നിർത്താനായിട്ട് ഉദ്ദേശിക്കുന്നില്ല ഈ ഒരു ഡയറക്ടർ. പുള്ളി ഇനി അടുത്തടുത്ത ക്യാരക്ടേഴ്സിനെ വെച്ച് 4, 5, 6 എന്ന് പറഞ്ഞാൽ അങ്ങനെ പോകാനാണ് പുള്ളീൻ്റെ പ്ലാൻ. പടം തീരുന്നതിന് മുമ്പ് എൻ ക്രെഡിറ്റ് സീൻ അല്ലേ, അതാ പോസ്റ്റ് ക്രെഡിറ്റ് സീനാണ്, എന്തോ ക്രെഡിറ്റ് സീൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരു ക്യാമിയോ ഉണ്ട്, അടുത്ത പടത്തിൽ വരുന്ന ആളാണ്, ആരാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് കാണുമ്പോൾ എങ്ങനെ പോയാലും ആൾക്കാർ കൈയടിച്ചു പോലെ, അത് ഉറപ്പാണ്. അത് കറക്റ്റായിട്ട് അവിടെ കൊണ്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് 2 പാർട്ട് ഞാൻ കണ്ട തമിഴായിരുന്നു, ഇപ്പം കണ്ടത് മലയാളമാണ്. അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അവന്മാര് ഇതൊക്കെ അത്യാവശ്യം നല്ലൊരു എന്താ പറയുക, ഒരു ക്വാളിറ്റി പടമല്ലേ, നല്ലൊരു ഡബ്ബിങ് ഒക്കെ കൊടുത്തുകൂടി. നമ്മുടെ പുഷ്പരാജണ്ണനും പിന്നെ വേറെ കുറെ അണ്ണന്മാർക്കൊക്കെ മലയാളത്തിൽ കൊടുക്കണ പോലത്തെ നല്ല ഡബ്ബിങ് കൊടുക്കാമായിരുന്നു. ഇതൊരുമാതിരി കൈരളി TV എന്ന് പറഞ്ഞാൽ അത്ര നിലവാരം കുറഞ്ഞ സാധനമൊന്നും അല്ല. സ്റ്റിൽ ഒരു ഡബ്ബിങ്ങിലൊരു വൗ ഫാക്ടർ കുറവായിരുന്നു ഈ പടത്തിൽ. നാനി പുള്ളി പൊളിച്ചടേ, അത് പറയാതിരിക്കാൻ വയ്യ. കുറെ ഗൂസ്ബം മൊമെന്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. നല്ല നല്ല അടി സീക്വൻസും നല്ല ഒരു സീൻ സെറ്റിങ്ങും ആ ഒരു എന്താ പറയുക, ഒരു മാസ് സീൻ ഒരു ഇമ്പാക്റ്റ് ഒക്കെ വരുത്താൻ അവർ കുറെ ശ്രമിച്ചിട്ടുണ്ട്, കുറേയൊക്കെ വർക്കായിട്ടുണ്ട്. അപ്പൊ മൊത്തത്തിൽ പറയുമ്പോൾ ഇതാണ്, ദിസ് ഇസ് നോട്ട് എ ക്രൈം ത്രില്ലർ, ദിസ് ഇസ് എ പക്ക മാസ് അടിപ്പടം. അങ്ങനെ ഇരുന്നുണ്ടായി. ശരിപ്പോതെ ശരിവാരം എന്നൊക്കെ പറഞ്ഞ പടമൊക്കെ എനിക്ക് തോന്നുന്നു ആ ഒരു മ്യൂസിക്കും കാര്യങ്ങളൊക്കെ വെച്ച് കുറെ പേർക്കൊക്കെ ഇഷ്ടപ്പെട്ട സാധനമാണ്. എനിക്ക് കുഴപ്പമില്ലെന്ന് തോന്നിയ സാധനമാണ്. ആ ഒരു ഇന്റർവൽ ബ്ലോക്കിലെ ഫൈറ്റ് സീക്വൻസ് ആണെങ്കിൽ, അവസാനത്തെ ഫൈറ്റ് സീക്വൻസ് ആണെങ്കിലും ആ ഒരു മ്യൂസിക് ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു രോമാഞ്ചം കിട്ടുമല്ലോ, ആ ഒരു സംഭവം തന്നെ. അപ്പൊ അത്രേ പറയാനുള്ളൂ. ദാറ്റ്സ് ഓൾ വിത്ത് ഹ്യൂമിസൈഡ് ഇന്റർവെൻഷൻ ടീം. ബൈ ബൈ.